1924 ഒക്ടോബർ മാസം പോളണ്ട്, ഹംഗറി, ഓസ്ട്രിയ, സ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിലേക്ക് ഒരു 10 ദിവസത്തെ വിദേശയാത്ര നടത്തുകയുണ്ടായി. മധ്യ യൂറോപ്പിലെ അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളായതുകൊണ്ടും യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായതുകൊണ്ടും ഒറ്റ വിസയിൽ റോഡ് മാർഗമാണ് ഞങ്ങൾ യാത്ര പൂർത്തിയാക്കിയത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ കുറച്ച് മലയാളികളുടെ ഒരു ഗ്രൂപ്പിലാണ് ഞങ്ങളുടെ യാത്ര. അതിൽ ചിലർ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നതായിരുന്നു. അപ്പോൾ യാത്ര വളരെ രസകരമായിരുന്നു. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാഴ്സോ എന്ന പട്ടണത്തിൽ നിന്നായിരുന്നു. പോളണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പും വളരെ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു. ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. ജർമ്മനി ഒരു സൈഡിൽ നിന്നും റഷ്യ മറ്റേ സൈഡിൽ നിന്നും പോളണ്ടിനെ ആക്രമിച്ച ഒരു വിഷയത്തിൽ നിന്നാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ തുടക്കം തന്നെ. പുരാതന കാലം മുതൽ തന്നെ വളരെയധികം സാമ്പത്തിക നേട്ടം കൈവരിച്ച ഒരു രാജ്യമായിരുന്നു പോളണ്ട്. അവിടുത്തെ ജനസംഖ്യ ഏകദേശം 4 കോടിയോളമാണ്. യൂറോപ്യൻ യൂണിയനിലെ ഒരു വലിയ രാജ്യം തന്നെയാണ് പോളണ്ട് എന്ന് പറയാം. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച രാജ്യം പോളണ്ടാണ്. അവിടെ ഏകദേശം 60 ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത്. വേൾഡ് വാറിന് ശേഷം USSRൻ്റെ കീഴിൽ ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടാണ് പോളണ്ട് നിലനിന്നിരുന്നത്. പിന്നീട് USSRൻ്റെ പതനത്തിന് ശേഷം 1989 വീണ്ടും സ്വതന്ത്ര രാജ്യമായിട്ട് ഇപ്പോൾ ഡെമോക്രസിയാണ്. പോളണ്ടിൻ്റെ ക്യാപിറ്റലാണ് വാഴ്സോ. കാർപാത്തിയൻ മലനിരകളിൽ നിന്ന് ആരംഭിക്കുന്ന വിസ്റ്റുല റിവറിൻ്റെ 2 കരകളിൽ പരന്നു കിടക്കുന്ന വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു നഗരമാണ് വാഴ്സോ. വളരെ പുരാതനമായ ചർച്ചസ്, പാലസുകൾ, അതുപോലെ പബ്ലിക് പാർക്കുകൾ ഇതെല്ലാം ആയി വളരെ പരന്നു കിടക്കുന്ന പുരാതനമായ ഒരു സിറ്റി തന്നെയാണ് വാഴ്സോ. ഈ മാർക്കറ്റ് സ്ക്വയർ കംപ്ലീറ്റ് ആക്രമിക്കപ്പെട്ട് ആകെ നശിപ്പിച്ചതായിരുന്നു. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അതെല്ലാം അതേ രീതിയിൽ തന്നെ റീബിൽഡ് ചെയ്ത് ഇപ്പോൾ പഴയ തനിമ നിലനിർത്തിയിട്ടുള്ള ആ സ്ക്വയർ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അവിടുത്തെ പുരാതനമായ കെട്ടിടങ്ങളും നിർമ്മിതികളും കാണുമ്പോൾ തന്നെ നമുക്കറിയാം വാഴ്സോ പണ്ടുകാലം മുതലേ തന്നെ സാമ്പത്തികമായിട്ട് വളരെ മുന്നോട്ട് നിന്നിരുന്ന ഒരു സിറ്റി ആയിരുന്നു. കത്തീഡ്രൽ ഓഫ് സെയിൻറ്റ് ജോൺ ഒരു യുനെസ്കോ ഹെറിറ്റേജ് മോണുമെൻ്റ് ആണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചിട്ടുള്ള ഈ കത്തീഡ്രൽ ഇന്നും പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ റോയൽ കാസിൽ, ആ പഴയ പ്രതാപം ഇപ്പോഴും തലയെടുപ്പോടെ നിൽക്കുകയാണ്. കോബ്ലർ സ്റ്റോൺ പതിച്ചിട്ടുള്ള പഴയകാല ഒരു ഹൈവേ അന്നത്തെ കാലത്തെ വാഴ്സോയുടെ വ്യവസായ വാണിജ്യ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. അവിടുത്തെ വിലാനോ പാലസും ധാരാളം ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ഞങ്ങളുടെ യാത്ര ക്രാക്കോ ലക്ഷ്യം വെച്ചായിരുന്നു. പോകുന്ന വഴിക്ക് ജസ്ന ഗോറ എന്ന ടൗണിലെ ഒരു മൊനാസ്ട്രി ഉണ്ട്. ആ മൊനാസ്ട്രിയിലെ സെയിൻറ്റ് മാരിയുടെ ഒരു പിൽഗ്രിമേജ് സെൻ്റർ ഉണ്ട്. ബ്ലാക്ക് മെഡോണ എന്ന ഒരു സ്റ്റാച്യു ആണ് അതിൻ്റെ പ്രധാന അട്രാക്ഷൻ. ക്രാക്കോ പോളണ്ടിൻ്റെ സെക്കൻഡ് ബിഗസ്റ്റ് സിറ്റിയാണ്. പുരാതന കാലത്തെ രാജാക്കന്മാർ ഒരു കാലഘട്ടത്തിൽ അവരുടെ ക്യാപിറ്റലായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്.
ക്രാക്കോയിൽ എത്തിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് അവിടെ ഒരു റോക്ക് സോൾട്ട് ഒരു മൈനുണ്ട്. ഒരു മലയുടെ മുകളിലെ റോക്ക് സോൾട്ട് കണ്ടെത്തുന്നു. അത് തുരന്ന് ഏകദേശം 1000 അടിയോളം കീഴോട്ട് തുരന്ന് റോക്ക് സോൾട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം 13-ാം നൂറ്റാണ്ടിലാണ്. അന്ന് കാലത്ത് റോക്ക് സോൾട്ടിന് വളരെ ഡിമാൻഡായിരുന്നു, വലിയ വിലയായിരുന്നു. ഈ ഒരു മലയില് റോക്ക് സോൾട്ട് ധാരാളമുണ്ട്. അത് തുരന്ന് അതിന് പല പല ചേംബറുകൾ, അങ്ങനെ ഏകദേശം പല പല ചേംബറിലെ മൊത്തം 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പല പല ശാഖകളായിട്ടുള്ള ചേംബറുകൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ പുരാതനമായിട്ടുള്ള ലിഫ്റ്റ് ഉണ്ട്. നമുക്ക് തിരിച്ചു പോരാനായിട്ട് ഈ ലിഫ്റ്റ് ഉപയോഗിക്കാം. പക്ഷേ ഏകദേശം പല പല സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് പല പല ചേംബറുകളിൽ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ ധാരാളം കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. റോക്ക് സോൾട്ട് കൊണ്ടുള്ള കൊത്തുപണികൾ. അത് തന്നെ ഒരു ലാർജ് ഏരിയയിൽ ഒരു വലിയൊരു ചാപ്പലുണ്ട്. അതുപോലെ തന്നെ ഒരു കാസിൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ലേക്ക് ഉണ്ട്. അതൊരു ചെറിയൊരു ടൗൺഷിപ്പ് പോലെ 3.5 കിലോമീറ്ററോളം പല പല ഭാഗത്തേക്ക് പരന്നു കിടക്കുകയാണ്. സോൾട്ടിൻ്റെ ലഭ്യത കുറഞ്ഞപ്പോൾ മൈനിങ് ഉപേക്ഷിച്ചു. പിന്നീട് ഇപ്പോൾ അതൊരു പ്രധാന ടൂറിസ്റ്റ് സെൻ്ററാണ്. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ അതൊരു മിലിറ്ററി സീക്രട്ട് ഒരു ഗോഡൗൺ പോലെ ഉപയോഗിച്ചിരുന്നത്രേ. അതിൻ്റെ വീഡിയോ കണ്ടാലൊന്നും അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവില്ല. അത്രയും വളരെ ബൃഹത്തായിട്ടുള്ള സെറ്റപ്പാണ് അന്ന് കാലത്ത് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ക്രാക്കോ സിറ്റിയുടെ ഭാഗമായ ഒരു ഓൾഡ് ജൂയിഷ് ക്വാർട്ടർ. അത് പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ യഹൂദര് ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്ലേസാണ്. ഈ ജൂയിഷ് പാരമ്പര്യം അനുസരിച്ച് അവർക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട്. അത് മറ്റുള്ളവരായിട്ട് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട്, ഒരു ഗ്രൂപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ലൊക്കേഷനിൽ താമസിക്കുകയുള്ളൂ. അങ്ങനെ യൂറോപ്പിൽ പല പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ജൂയിഷ് ക്വാർട്ടർ ഉണ്ടായിരുന്നു. പോളണ്ടിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ജൂയിഷ് ക്വാർട്ടറാണ് ഞങ്ങൾ കാണാൻ പോയത്. അവിടുത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള സിനഗോഗ്, അതുപോലെ ജൂയിഷ് മാർക്കറ്റ് പ്ലേസ്, അവരുടെ വീടുകളുടെ നിരകൾ, അങ്ങനെ ആ ഒരു ലൊക്കേഷനിൽ ജൂയിഷ് കമ്മ്യൂണിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജർമ്മനി പോളണ്ടിനെ കീഴടക്കിയപ്പോൾ ഇത്തരത്തിലുള്ള ജൂയിഷ് ക്വാർട്ടറുകൾ അവര് വളയുകയും ഇവരെല്ലാവരെയും അതിൻ്റെ ഉള്ളിൽ ബന്ദിയാക്കുകയും അതിനുശേഷം ആരെയും അവിടുന്ന് പുറത്തുവിടാനായിട്ട് സമ്മതിച്ചില്ല. പിന്നെ ഉണ്ടായത് അവിടുന്ന് ഇവരെല്ലാവരെയും ഗ്യാസ് ചേംബറിൽ കൊല്ലാനായിട്ട് കൊണ്ടുപോയാണ് ഉണ്ടായത്. ജൂയിഷ് ക്വാർട്ടറുകളിൽ താമസിച്ചിരുന്നവർ ഭൂരിപക്ഷം പേരും അന്ന് കാലത്ത് ഒന്നല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ അവിടുന്ന് ഒളിച്ച് ഓടി രക്ഷപ്പെട്ടിട്ടുള്ളവരും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ളവരാണ്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാനത്തിൽ ഈ പ്ലേസ് കംപ്ലീറ്റ് വിജനമായി. അപൂർവം കുറച്ച് പേര് സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇപ്പോൾ കുറേ പേരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. പലതും ടൂറിസ്റ്റ് സെൻ്ററുകൾ പോലെയാണ്. കോഫി ഷോപ്പും സോവനീർ ഷോപ്പും അങ്ങനെയൊക്കെ ആയിട്ട് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അങ്ങനെ സിറ്റിയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം അന്ന് ഉച്ചയ്ക്ക് ശേഷം പോയത് നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. സെക്കൻഡ് വേൾഡ് വാർ ടൈമില് നാസികള് ജ്യൂസിനെ കൊല്ലാനായിട്ട് തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഏകദേശം 11 ലക്ഷം പേരാണ് ഇവിടെ ഗ്യാസ് ചേംബറുകളിൽ മരണപ്പെട്ടിട്ടുള്ളത്. വലിയൊരു ഏരിയയിൽ ഒരുപാട് ബാരക്കുകൾ ക്രിയേറ്റ് ചെയ്ത് യഹൂദരെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് ഓരോ ദിവസവും ആയിരക്കണക്കിന് പേരെ ഗ്യാസ് ചേംബറിൽ നിർത്തി വിഷവാതകം കടത്തി ഇവരെ വധിക്കുകയാണ് ഉണ്ടായത്.
സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ പോളണ്ടിൽ മാത്രം കൊല്ലപ്പെട്ടത് മൊത്തം 60 ലക്ഷം പേരായിരുന്നു. അതിൽ ഏകദേശം 30 ലക്ഷം പേർ യഹൂദരായിരുന്നു. അതിൽ 11 ലക്ഷം പേരും ഈ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിന്റെ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പെടഞ്ഞു പോവും. അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ബാക്കിയുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് പിടഞ്ഞു പോകും. കൊല്ലപ്പെട്ടവരെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അവരുടെ പെട്ടികൾ, ഡ്രസ്സ്, കണ്ണട, ഷൂസ്, കൊച്ചുകുട്ടികളുടെ ഉടുപ്പുകൾ, എല്ലാ സാധനങ്ങളും അവിടെ ഇപ്പോഴും പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് സങ്കടപ്പെട്ടു പോകും. അന്നത്തെ പോളണ്ടിന്റെ പോപ്പുലേഷന്റെ ഏകദേശം 1/5 പേര് വേൾഡ് വാർ 2 കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സൈക്ലോൺ ബി എന്ന ഒരു രാസവസ്തു, ഒരു സൈനൈഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പെസ്റ്റിസൈഡാണ് വിഷവാതകമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ഒഴിഞ്ഞ ടിന്നുകൾ ധാരാളം നമുക്കവിടെ കാണാം. ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്ന് മടങ്ങുമ്പോൾ എല്ലാവരുടെ മുഖത്തും ഒരു ദുഃഖഭാവം ആയിരുന്നു. തിരിച്ച് ഹോട്ടലിലേക്ക് വരുമ്പോൾ ബസ്സിൽ ആരും തന്നെ സംസാരിച്ചിരുന്നില്ല. അത്രയും ദുഃഖപൂർണമായിരുന്നു ഈ കാഴ്ചകൾ. അങ്ങനെ ഞങ്ങളുടെ 4 ദിവസത്തെ പോളണ്ട് സന്ദർശനത്തിന് ശേഷം അടുത്ത ദിവസം ഞങ്ങളുടെ യാത്ര ഹംഗറി, ബുഡാപെസ്റ്റ് ലക്ഷ്യമാക്കിയായിരുന്നു.